പ്രിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന് അരുളിച്ചത് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 24 മെയ് 2026, ഈ മാസത്തിലെ 24-ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 144-ാമത്തെ ദിവസം, ഞായറാഴ്ച, പ്രത്യേകിച്ച് പെന്തക്കോസ്തി ഞായറാഴ്ച ആണ് ഇന്ന്. 515-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ ഏവൻഗേലിയൻ മേശയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വേദഭാഗം ആണ്. യഹൂദന്മാരുടെ പെരുന്നാളുകൾ 3 ഒന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, അതായത് പെസഹ. ആവർത്തന പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യത്തിലുണ്ട്. വാരോത്സവ പെരുന്നാൾ പെന്തക്കോസ്തി, ആവർത്തന പുസ്തകം 16-16. കൂടാര പെരുന്നാൾ, ആവർത്തന പുസ്തകം 16-16. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാട് അഥവാ സ്വാതന്ത്ര്യവും, വാരോത്സവ പെരുന്നാൾ സീനായി മലയിൽ വെച്ച് മോശയ്ക്ക് ഉടമ്പടി ലഭിച്ചതിന്റെ അനുസ്മരണവും, കൂടാര പെരുന്നാൾ മരുഭൂമിയിലെ യാത്രയിൽ കൂടാര വാസത്തെയും ഓർമ്മപ്പെടുത്തുന്നു. 50-ാമത്തെ എന്നർത്ഥം വരുന്ന പെന്തക്കോസ്റ്റ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പെന്തക്കോസ്തി എന്ന പദം ഉത്ഭവിക്കുന്നത്. വാരപ്പെരുന്നാളിന് ഫീസ്റ്റ് ഓഫ് ദി വീക്ക് ഗ്രീക്ക് ഭാഷയിലുള്ള പദമാണ് പെന്തക്കോസ്റ്റ്. പെസഹ കഴിഞ്ഞ് 7 ആഴ്ചകൾ കഴിയുമ്പോൾ ആണ് വാരോത്സവ പെരുന്നാൾ. ആവർത്തന പുസ്തകം 16-ാം അധ്യായം 9-ഉം 10-ഉം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. ലേവ്യ പുസ്തകം 23-15-16 ഇത് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് 50-ാമത്തെ എന്ന അർത്ഥം വരുന്ന ഈ പേരുണ്ടായത്. യഹൂദന്മാരുടെ പെന്തക്കോസ്തി ഷാവോത്ത് എന്നറിയപ്പെടുന്നു. ആദ്യഫല പെരുന്നാളിൻ്റെയും വിളവെടുപ്പിൻ്റെയും പെരുന്നാളിൻ്റെയും അനുസ്മരണം കൂടിയാണ് ഇത് എന്ന് പുറപ്പാട് പുസ്തകം 34-22 പറയുന്നുണ്ട്. പെന്തക്കോസ്തി പെരുന്നാളിന് 3 ശുശ്രൂഷകൾ, വെള്ളം തളിപ്പിന്റെ ശുശ്രൂഷകൾ ഉണ്ട് എന്ന് നമുക്ക് എവർക്കും അറിയാമല്ലോ. ഇത് തൃത്വത്തെ കാണിക്കുന്നു. സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ് തൃത്വ ദൈവവിശ്വാസം. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 28-19 പറയുന്നത്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിക്കുന്നതിന് ശിഷ്യന്മാരെ വരമേൽപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പുതിയ നിയമ പെന്തക്കോസ്തി മർക്കോസിന്റെ മാളികയിൽ അപ്പോസ്തലന്മാരും വിശുദ്ധ കന്യകമറിയാമും ഉൾപ്പെടുന്ന ഏകദേശം 120 പേർ അടങ്ങുന്ന ഇവരുടെ മേൽ പരിശുദ്ധാത്മ ആവാസം ഉണ്ടായതിന്റെ അനുസ്മരണമാണ് എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 13 മുതൽ 15 വരെയും 2-1 മുതൽ 4 വരെയുമുള്ള ഭാഗത്ത് പറയുന്നുണ്ട്. ഈ പരിശുദ്ധാത്മവാസം യേശുക്രിസ്തുവിന്റെ വാഗ്ദാനമായിരുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവിനെ ഞാൻ നിങ്ങൾക്കായി അയക്കും. യോഹന്നാൻ 15-26. പിതാവ് എൻ്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരും. യോഹന്നാൻ 14-26. ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. യോവേൽ 2-28 എന്ന പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് പെന്തക്കോസ്തി പെരുന്നാൾ. അപ്പോസ്തല പ്രവൃത്തികൾ 2-18. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് എന്നത് വിശ്വാസ പ്രമാണത്തിന്റെ ഒരു ഭാഗമാണ്. 2-ാം ഖണ്ഡികയിൽ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോട് പുത്രനോടും കൂടെ എന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നതായ ആ ഭാഗം, ഇന്ന് നാം കേട്ടതായ വേദഭാഗം ശിഷ്യന്മാരെ ഉറപ്പിക്കുകയും ഗുണദോഷിക്കുകയും ചെയ്യുന്നതായി മനസ്സിലാക്കാം. യാത്രയാകാൻ ഒരുങ്ങുന്ന യേശു തൻ്റെ ശിഷ്യന്മാരുടെ ദൗത്യത്തിന് വേണ്ട നിർദ്ദേശങ്ങളും അവരുടെ കാര്യസ്ഥനായും സഹായകനായും നൽകാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചും വ്യക്തമാക്കുന്നു. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് വിശുദ്ധ വിശേഷണങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാമല്ലോ. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് എന്ന് അറിയപ്പെടുന്നു. ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് എന്നറിയപ്പെടുന്നുണ്ട്. പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് എന്നും അറിയപ്പെടുന്നുണ്ട്. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവചനം 11-2 ഈ പറഞ്ഞ കാര്യം പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ 9 ഫലങ്ങൾ
ആണ് ഉള്ളതെന്ന് ഏവർക്കും അറിയാം. ഗലാത്യർ 5:22 23 ആദ്യവും പറയുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവയാണ്. ആത്മാവ് സത്യത്തിൽ വഴി നടക്കുന്നു. യോഹന്നാൻ 16:13. ആത്മാവ് സത്യത്തിൽ വഴി നടക്കുന്നു എന്നത് നമ്മൾ രുചിച്ചറിഞ്ഞിട്ടുണ്ട്. ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. റോമർ 8:26. സകലവും ഉപദേശിച്ച് തരികയും യേശുക്രിസ്തു കൽപ്പിച്ചതൊക്കെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. യോഹന്നാൻ 14:26. ഇന്നത്തെ ദിവസത്തെ പ്രാധാന്യമനുസരിച്ച് നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കർത്താവിനായി ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും സംഗതിയാകത്തക്കവണ്ണം നാം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി തയ്യാറാകുകയും ചെയ്യണം. കാരണം നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും നമ്മൾക്ക് ഇതേവരെ കിട്ടിയിട്ടുള്ളതായ എല്ലാ കൃപാവരങ്ങൾക്കും വേണ്ടി അവന് നന്ദി അർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കം നമ്മളിൽ ഉണ്ടാകുന്നത്. അതിനു വേണ്ടിയിട്ട് നാം എപ്പോഴും ശുദ്ധഹൃദയമുള്ളവരായി ഒരു പൈതലിൻ്റെ മനസ്സോടുകൂടി നാം ദൈവത്തിർപാദത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ നാം സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹം വാങ്ങിയ നമ്മൾ പലരും ഈ ലോകത്തുണ്ട്. പക്ഷേ അത് സാക്ഷ്യപ്പെടുത്താനുള്ള ധൈര്യമാണ് എല്ലാവർക്കും ഇല്ലാത്തത്. എന്നാൽ കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയുവാനുള്ളത്, ഈ പെന്തക്കോസ്തിയുടെ തലേന്നാൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇന്ന് ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം എനിക്ക് തന്നതായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ നന്ദി പറഞ്ഞാലും തീരുകയില്ല. അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ രണ്ട് കാലിൽ ഉറച്ച് നിന്നുകൊണ്ട് അവങ്കിലേക്ക് നോക്കി സ്തോത്രം പാടുന്നത്. അതിന് ദൈവം എത്ര നാൾ എനിക്ക് ആയുസ് തരുന്നു അത്രയും നാളും അത് തുടർച്ചയായി ആ സ്തോത്രം അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം അതിനെ എന്നെ അനുഗ്രഹിക്കും എന്നുള്ള എൻ്റെ വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ദൈവത്തിൽ ശരണപ്പെടുന്നുവെങ്കിൽ ഈ ലോക ജീവിതത്തിൽ ഈ ലോക സുഖങ്ങൾ അറിഞ്ഞ് നമുക്ക് നിത്യതയിൽ ഒരു അവകാശിയാകുവാൻ സാധിക്കുമെന്ന് മാത്രം ഈ പെന്തക്കോസ്തി പെരുന്നാളിൻ്റെ ദിവസം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പെന്തക്കോസ്തിക്ക് ശേഷമാണ് എൻ്റെ ഈ പ്രഭാതവചനം കേൾക്കുന്നതെങ്കിൽ കേട്ടതായ വേദഭാഗം എന്നും, അതിനു മുമ്പാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ കേൾക്കാൻ പോകുന്നതായ വേദഭാഗം എന്നും തിരുത്തി മനസ്സിലാക്കി മുമ്പോട്ട് പോവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കട്ടെ. നന്ദി, നമസ്കാരം.